മലബാറിൻ്റെ മത സൗഹാർദ്ദവുമെല്ലാം പേര് കേട്ടതാണ്, പ്രശംസിക്കേണ്ടതാണ്. അതിന്നും ആ മലബാരീയത്ത് നിലനിൽക്കുകയാണ്. ഇവിടെ ഒരാളും തൊട്ടടുത്ത് താമസിക്കുന്നവൻ ഏത് മതക്കാരനാണ് എന്ന് ചിന്തിക്കാറില്ല. ഒരു വലിയ ഉയർന്ന സാംസ്കാരിക അവസ്ഥയാണത്. നാം പഠിക്കുന്ന വിദ്യാലയങ്ങൾ, മലബാറിലെ വിദ്യാർത്ഥികളിൽ ആര് നടത്തുന്ന സ്കൂളാണ് എന്നാരും ചിന്തിക്കാറും ആലോചിക്കാറുമില്ല. നല്ല പഠന നിലവാരമുള്ള സ്കൂളുകൾ, കലാലയങ്ങൾ അവർ അംഗീകരിക്കുന്നു. കാരണം അവിടെയെല്ലാം മനുഷ്യനെ അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് വേറിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടില്ല. വ്യത്യസ്ത മതങ്ങളും ആദർശങ്ങളും ജീവിത രീതികളും സമ്പ്രദായങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും നാം ഒന്നാണ്, പരസ്പരം വിശ്വസിക്കുന്നവരാണ്, വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. ഈ സാമൂഹ്യ ജീവിതത്തിലെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആഴത്തിൽ മനസ്സിലാക്കിയത് മലബാറിലെ നമ്മുടെ ഒരു കലാലയത്തിൽ അധ്യാപക ജോലിക്ക് വേണ്ടി വന്ന എൻ്റെ ഒരു പഴയ സുഹൃത്ത്, തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വന്ന് ഒരു മാതൃകാധ്യാപകനായി ജീവിച്ച എൻ്റെ ഒരു ക്രൈസ്തവ സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു. ഇവിടെ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ എന്തെല്ലാമോ ചില വിഷമങ്ങൾ അദ്ദേഹം പറഞ്ഞു. കുറെ റിട്ടയർമെന്റ് ഏകദേശ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞതാണ്, ഈ ജോലി കിട്ടിയ പ്രദേശങ്ങളിൽ മുഴുവൻ മാപ്പിളമാരാണ്, മുസ്ലിങ്ങളാണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് അന്ന് അയാൾ തുറന്നു പറയാണ്, എനിക്കന്ന് വളരെ വിഷമം തോന്നി. എൻ്റെ കുടുംബവുമായി വന്ന് ഇവിടെ താമസിക്കാൻ എന്തോ അയാളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഉത്കണ്ഠയും സംശയങ്ങളുമുണ്ടായി. വളരെ അയാൾ പറയുന്നു, ഇവിടെ ചേർന്ന് ആദ്യ ക്ലാസ്സിൽ തന്നെ പോയപ്പോൾ ആ കുട്ടികളെ ബന്ധപ്പെട്ടപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ നിന്ന് അതെല്ലാം പോവുകയും ഇത്ര സ്നേഹിക്കാനും സ്നേഹം നൽകാനും പറ്റാവുന്ന ഒരു കൂട്ടായ്മയാണ് ഈ പ്രദേശത്തുള്ളത് എന്ന് പറഞ്ഞ് റിട്ടയർമെന്റ് ശേഷം പോലും ഇവിടെ തന്നെ താമസിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ച അനുഭവം അദ്ദേഹം എടുത്തു പറഞ്ഞു. അകലങ്ങളിൽ കേൾക്കുന്നതല്ല, നമ്മുടെ അടുത്തിടപഴകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കേരളം മതസൗഹാർദ്ദത്തിൻ്റെ, മലബാർ പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ അങ്ങനെ വേദനിപ്പിക്കുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് അതിനെ അപലപിക്കുകയും അതിനെ മാറ്റുകയും ചെയ്ത നല്ല അനുഗ്രഹീതരായ നേതൃത്വമുള്ള ഒരു പ്രദേശമാണിത്. അറിയാതെ എല്ലാ മതങ്ങളുടെയും നേതൃത്വത്തിനും മതമില്ലാത്തവരുടെ നേതൃത്വവും ഇവിടുത്തെ സൗഹാർദ്ദത്തെ പ്രശംസിക്കുന്നതാണ്. മലബാറിന്റെ സൗഹാർദ്ദം ഓർക്കാത്ത ഒരു സാഹിത്യകാരനും ഒരു ചരിത്രകാരനും ഇതിലൂടെ കടന്നുപോയിട്ടില്ല. ആതിഥ്യ മര്യാദകളുടെ കാര്യങ്ങളിലാണെങ്കിൽ തുല്യതയില്ലാത്ത ഒരു മാതൃകാ രീതിയാണ് മലബാറിനുള്ളത്. മലബാറിലെ സദസ്സുകളിൽ, കല്യാണങ്ങളിൽ, അതുപോലെയുള്ള മുഹൂർത്തങ്ങളിലെല്ലാം എല്ലാ മതക്കാരും ഒന്നിച്ചു ചേർന്ന് ആഹ്ലാദപൂർവം അത് ആഘോഷിക്കുകയും വിവിധ മതങ്ങളുടെ ആഘോഷങ്ങളെ ബഹുമാനത്തോടെ ആദരവോടെ കാണുകയും അതിന് വളരെ സഹിഷ്ണുതയോടുകൂടെയുള്ള സമീപനത്തിലൂടെ അവർ സന്തോഷം പങ്കുവെക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അതിനെയെല്ലാം ഏതെങ്കിലും നിലക്ക് തുരങ്കം വെക്കാനും അതിനെ ഇല്ലാതാക്കാനും ചെയ്യുന്ന കറുത്ത ശക്തികൾ എല്ലായിടത്തും കടന്നു വരുന്നുണ്ട്. പക്ഷെ മലബാറിൽ ആ വിഭാഗം ആളുകൾക്ക് ഒരിക്കലും
വേരോട്ടം ലഭിക്കാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇവിടെ എല്ലാവരും അവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അവർ സ്കൂളിൽ പഠിക്കുമ്പോഴും അവരുടെ കൂട്ടായ്മകളിലെല്ലാം വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരും വിവിധ തലങ്ങളിൽ ജീവിക്കുന്നവരുമുണ്ട്. എന്നാലും മലബാറിൻ്റെ ആ നല്ല സൗഹൃദ അന്തരീക്ഷം അത് ഇന്നും ഇവിടെ കാത്തു സൂക്ഷിക്കുന്നു. മനോഹരമാണ്. എന്ത് സുരക്ഷിതമാണ് ഇവിടെ. ആർക്കും ഇത്രയേറെ പുരുഷന്മാർ വിദേശത്ത് ജോലിക്ക് പോയ ഒരു പ്രദേശം കാണാൻ കഴിയുകയില്ല. അത് തന്നെ വലിയ 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 ധനാഢ്യരായ ആളുകളല്ല, പാവങ്ങൾ, സാധാരണക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാർ സുരക്ഷിത ബോധത്തോടു കൂടെ അവർ അയൽവാസികളെ തൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട് മാസങ്ങൾ കൊല്ലങ്ങൾ വിദേശത്ത് ജീവിക്കുന്നു. അവരെ വേദനിപ്പിക്കുന്ന ഒരനുഭവങ്ങളും അയൽവാസികളിൽ നിന്ന് ആ സമൂഹത്തിൽ നിന്ന് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഒരനാഥത്വം ആ കുടുംബത്തിന് വരാതെ അവരുടെ പ്രശ്നങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ആ കൂട്ടായ്മയിൽ അവരെ ഒന്നിപ്പിച്ചു നിർത്താനും അവർക്ക് ആശ്വാസം പകരാനും ചെയ്യുന്ന അയൽപക്ക ബന്ധങ്ങൾ വിവിധ മതങ്ങളിലുള്ള ആളുകൾ അഭിമാനപൂർവ്വം സ്വീകരിച്ച പ്രദേശമാണ് മലബാർ. ഇത്രയേറെ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ സ്ത്രീകൾ ഉള്ള ഒരു പ്രദേശം കാണാൻ കഴിയുകയില്ല. പലരും കുടുംബവുമായി പോകാറാണുള്ളത്. പക്ഷെ മലബാറിൽ ഇവിടെ തന്നെ ജീവിക്കണമെന്നും മലബാറിൽ തിരിച്ചു വരണമെന്നും ആഗ്രഹിക്കുന്നവരാണ് വിദേശത്ത് പോയ ആളുകളെല്ലാം. അതിവിടുത്തെ സമാധാന അന്തരീക്ഷം കൊണ്ടാണ്, ഇവിടെ കാത്തു സൂക്ഷിക്കുന്ന സുഹൃത്ബന്ധം കൊണ്ടാണ്, ഇവിടെ സംരക്ഷിച്ചു പോരുന്ന ആ ഒരു മാതൃകാപരമായ കുടുംബ ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ബഹുമാനപൂർവ്വം നമ്മുടെ അതിഥികളുടെ അവരെ ആദരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മനോഹരമായ ഈ ആകർഷണീയമായ സമാധാന അന്തരീക്ഷത്തിന് എല്ലാ തരത്തിലും അതിന് പ്രൗഢമായ പിന്തുണ നൽകുന്ന, അതിനെ അംഗീകരിക്കുന്ന മത നേതാക്കന്മാരും മതസംഘടനകളും ഭൗതിക പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം സജീവമായി നിലനിൽക്കുകയും സമാധാനവും സാഹോദര്യത്വവും സഹിഷ്ണുതയും മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയമായ ആ 3 മഹൽ സ്വഭാവ ഗുണങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന മലബാറിനെ മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചരിത്രത്തിന് ഇനി മാറ്റങ്ങൾ വരുത്തരുത്, അതിന് കൂടുതൽ പ്രശോഭിതമാക്കണം, ധവളമയാർന്ന ഒരു ഭാവിയായിരിക്കണം. ഇവിടെ പല ഭീഷണികളും പല അസഹിഷ്ണുതാ പ്രകടനങ്ങളും അല്പാൽപമായി കാണാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ഒരു മാതൃകാ സമൂഹമായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അജീയനായ ചോദ്യം ചെയ്യപ്പെടാത്ത കേരളത്തിലെ ചരിത്ര ആചാര്യനായ കാരണവരായ ബഹുമാന്യനായ ഡോക്ടർ MGS നാരായണൻ അവരുകൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.